ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദ കൂട്ടായ്മ തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ടീം ചങ്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വിസ്മയിലേക്കൊരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതാ ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലെത്തി. ഞങ്ങൾ വിസ്മയിലേക്കുള്ള യാത്ര പോകുന്ന തിരക്കിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും. നമ്മുടെ യാത്ര പോകുന്നതിനുള്ള നന്ദനം ട്രാവൽസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ കഥകളും സ്വറയും പറഞ്ഞു നിൽക്കുന്ന കൂട്ടുകാരാണ്. ഓരോരുത്തർ അമ്മ വരുന്നുണ്ട് റെഡിയായിട്ട്. അപ്പുറത്ത് മനുവും ഐഷും എത്തുകയാണ്. ഞങ്ങളങ്ങനെ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പൊരു ഫോട്ടോ എടുക്കൽ, ശേഷം വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങൾ പറശ്ശിനിലെത്തി. നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ കാല് വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയ്ക്കും തിരക്ക്. എന്നാലും വളരെ നല്ല രീതിയിൽ മുത്തപ്പനെ കണ്ടു തൊഴുത് നേരെ ഞങ്ങൾ വിസ്മയിലേക്ക് എത്തി. വിസ്മയിലിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അപ്പോഴതാ വിസ്മയിൽ എന്ന് പറയുന്നത് ഒടുക്കത്തെ തിരക്കാണ്. ഏകദേശം വെക്കേഷനും അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കയറി ആദ്യ റൈഡിലിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഒരുപാട് പേടിയുള്ള ഐറ്റംസുകൾ അല്ലെങ്കിൽ റൈഡുകളൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന ആൾക്കാരൊക്കെ മിക്ക റൈഡുകളിലൊക്കെ ഇരുന്നു മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. അപ്പം കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ തന്നെ മറ്റ് ഇനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വളരെ മനോഹരമായി ആഘോഷിക്കുകയാണ്. നല്ല വെയിലാണെങ്കിൽ പോലും അതിനൊക്കെ തട്ടി മാറ്റി ഉല്ലസിക്കുകയാണ് ടീം ചങ്സ്. അങ്ങനെ കുട്ടികളുടെ റൈഡ് ആരംഭിക്കുകയാണ്. കണ്ണനും പാറും അതുപോലെ തന്നെ ലിജുവും ചേർന്ന് ആഘോഷിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇലക്ട്രിക്കൽ കാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും രസകരമായ ഒരു റൈഡാണ്. ഒരു മണിക്കൂറിന് മുകളിൽ ക്യൂ നിന്ന് അവസാനം കിട്ടിയതാണ് ഈ ഒരു റൈഡ്. പക്ഷേ 1 മിനിറ്റ് മാത്രമേ കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. എന്നാലും കളിച്ച ഈ ഒരു റൈഡ് ഏകദേശം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും റാഷ് ചെയ്തും അതുപോലെ തന്നെ കുത്തിയും വളരെ മനോഹരമായിരുന്നു ആ റൈഡ്. ഇതിനുശേഷം നേരെ അവിടെ ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ്. ഒരുപാട് ഉച്ചവരെ ഏകദേശം ഇതുപോലുള്ള റൈഡുകളിൽ കളിക്കുകയും ഉച്ചയ്ക്ക് ശേഷമാണ് വാട്ടർഫാൾസിൽ എത്തുകയും ചെയ്തത്. ഈ റൈഡിൽ ഐഷു ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. എങ്ങനെ ഓടിക്കുമെന്ന് പോലും അറിയാണ്ട് ഐഷു ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയമാണ്. ഏകദേശം എല്ലാവരും ഇതിൽ കയറി അവസാനിപ്പിച്ചു. അതിനടുത്തത് ഈ ഒരു അങ്കത്തട്ടിലേക്കാണ്. ഏറെ പരിശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഓരോരുത്തർ വീഴുകയാണ്. പക്ഷേ ശ്രീജു മാത്രം അവസാനം പൊരുതി വിജയിക്കുന്ന രീതിയിലേക്ക് ശ്രീജു നീങ്ങിയാണ്. ബാക്കിയുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ ബലം പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത് ശരത്താണ് അങ്കത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശരത്താണെങ്കിലും മനുവാണെങ്കിലും പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തി. ഒരുപാട് ചിരിപ്പിച്ച ഒരു ഐറ്റംസ് കൂടിയാണ്. കാണാൻ ഏറെ രസകരമുള്ള ഒരു സംഭവം. അതിനുശേഷം നമ്മൾ നേരെ യാത്രകൾ തുടർന്ന് അവിടെ തന്നെ അതിനിടയ്ക്ക് മാംഗോ ബാർ കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എല്ലാവരും മാംഗോ ബാർ കഴിക്കുന്ന തിരക്കിലാണ്. അതിനുശേഷമുള്ള റൈഡുകളാണ് മനോഹരമാക്കിയിട്ടുള്ളത്. ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡാണ്. പക്ഷേ എല്ലാവരും ഇരുന്നില്ലെങ്കിൽ പോലും ഒട്ടുമിക്ക ആൾക്കാരും അതിലിരുന്ന് പിടിച്ചിട്ടാണെങ്കിലും പുറത്ത് പറയേണ്ടത് മനോഹരമായി യാത്ര ഒരുപാട് റൈഡുകളിലും അതുപോലെ തന്നെ വാട്ടർഫോൾസിൽ ഇരിക്കുന്നതിനേക്കാളപ്പുറം എല്ലാവരും